നാളെ മെൻഷൻ ചെയ്ത് മറ്റന്നാളേക്ക് കേസ് വരുത്തുവാനുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോ സമീപിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, ജസ്റ്റിസ് നാഗേശ്വർ റാവു, ഇതിൽ ബോബ്ഡെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ബെഞ്ചിലാണ് ഇന്ന് എന്നുള്ളതുകൊണ്ട് കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണോ ഇന്ന് തടസ്സമായത്? അത് തന്നെയാണ് സത്യം. ഇന്ന് ഭരണഘടനാ ബെഞ്ചിലായിരുന്നു അദ്ദേഹം. ഇന്ന് അതിന്റെ വാദം ഏകദേശം നാളെ ഭരണഘടനാ ബെഞ്ച് ഇല്ല, നാളെയും മറ്റന്നാളും ഭരണഘടനാ ബെഞ്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ മൂവ് ചെയ്തു. കാരണം മെൻഷൻ ചെയ്ത് വരുത്തി ഒരു ദിവസം സമയം ആവശ്യമുണ്ട്. ഇന്ന് മെൻഷൻ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ബെഞ്ച് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ കഴിയാതിരുന്നത്. അഡ്വക്കേറ്റ് ഉസ്മാൻ, പക്ഷേ ഉന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായ നടപടി എടുക്കുമെന്ന് കരുതാമോ? കാരണം അവരും ചോദിച്ചത് അഭിഭാഷകന് പൈസ കിട്ടുന്നില്ലേ എന്നാണ്. അപ്പോൾ പണത്തിന്റെ ഒഴുക്കിനെ പറ്റി യാതൊരു ആശങ്കയും ഇല്ല. പിന്നെ അത് എങ്ങോട്ടേക്കൊക്കെ ഒഴുകണം എന്നതിന്റെ ഒരു ചാലുവെട്ടുക മാത്രമാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ കൂടുതൽ ഇളവനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ചെയ്തിട്ടുണ്ടാവുക. അല്ല, അത് സുപ്രീം കോടതി അത്ര ഗൗരവമായി ചോദിച്ചതാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു വളരെ ലേറ്റ് വേ എന്ന് ചോദിച്ചതായിരിക്കാം. പക്ഷെ അതല്ല. കാരണം ഇത്രയും ഒരു വ്യക്തി, അദ്ദേഹം ജാമ്യത്തിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ സർവിലൻസ്, ഇത് ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം വിചാരണ തടവുകാരനല്ല. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജാമ്യം അനുവദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്നാൽ ബാംഗ്ലൂർ സിറ്റി വിട്ട് പുറത്തു പോകരുത് എന്നുള്ളൊരു കണ്ടീഷൻ, അതിൽ ഇളവ് അനുവദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് സുപ്രീം കോടതി കൊടുത്ത ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ കണ്ടീഷൻ ഉള്ളതിനാലാണ് അതിന്റെ ഇളവ് സുപ്രീം കോടതിയിൽ തന്നെ ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ സുപ്രീം കോടതി തന്നെ അത് ഇളവ് നൽകണം. അത് ഉമ്മയെ കാണുവാനാവട്ടെ, മകന്റെ വിവാഹത്തിനാവട്ടെ, എന്തിനായാലും സുപ്രീം കോടതി തന്നെ ഇളവ് തരേണ്ടത്. അതിന്റെ ചെലവ് എന്നത് പിന്നെ നിങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചെലവ് വേണ്ടത് പോലീസിന്, കർണാടക പോലീസിന് ഇദ്ദേഹത്തിന്റെ മേൽ ഒരു സർവിലൻസ് നടത്തുവാനുള്ള ഒരു അധികാരം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ആ അധികാരം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവ്. ആ ചെലവ് ഞങ്ങൾ വഹിക്കുന്നത് ന്യായമല്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ചെലവ് മാത്രമേ വരികയുള്ളൂ എന്ന് അഭിഭാഷകൻ പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുപ്രീം കോടതി അത് നിങ്ങൾ തന്നെ വഹിച്ചോ, ഇത്രയും ഭീമമായ ഒരു സംഖ്യ ഇവർ ആവശ്യപ്പെടുമെന്ന് സുപ്രീം കോടതി വിചാരിച്ചിരിക്കില്ല. ശരി ശരി, പ്രതീക്ഷയുണ്ട്. ശരി, നല്ല കാര്യം അഡ്വക്കേറ്റ് ഉസ്മാൻ, നന്ദി പ്രതികരിച്ചതിന്. എനിക്ക് ഇടവേളയ്ക്ക് വേണം. അതിനു മുമ്പ് ഭാസ്വരേന്ദ്ര ബാബു, ഇവിടെ ആഷി ചൂണ്ടിക്കാട്ടിയ കാര്യം, നിങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ നിങ്ങൾ പണം മുടക്കി തന്നെ രാജ്യത്തെ നിയമപാലകരെ വാടകയ്ക്കെടുക്കാം. അങ്ങനെ ഒരു സന്ദേശം ഇതിലുണ്ടോ? അല്ല, അതിനകത്ത് വക്കീലന്മാർ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പരിമിതികളുണ്ട്, അവർക്കത് പറയാൻ കഴിയും. ഇതിൻ്റെ യുക്തി വളരെ ലളിതമാണ്. വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിചാരണ തടവുകാർ ജയിലിൽ കിടക്കുന്ന തടവുകാർ തന്നെയായിരിക്കുക. വിചാരണ തടവുകാർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഒഴിച്ച് ബാക്കി എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ടല്ലോ. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അവർക്ക് വിദേശത്തേക്ക് പോകാം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകാം, മറ്റേ വിവാഹത്തിന് എന്തും ചെയ്യാം. സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമില്ല, ആ ഒറ്റ സ്വാതന്ത്ര്യം മാത്രമേ ഇല്ലാതുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെ മാതിരി തന്നെയാണ് ജയിലിൽ കിടക്കുന്ന ആളുകളുടെയും അവകാശങ്ങൾ. ഇവിടെ എന്താണ് മദനി എന്ന കുറ്റാരോപിതൻ്റെ സ്റ്റാറ്റസ് എന്താ? വളരെ ലളിതമായി അങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ജാമ്യത്തടവുകാരനാണെങ്കിൽ, ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ കേസിന് അദ്ദേഹം അവിടെ പോകുന്നു, കേസ് കഴിഞ്ഞെങ്കിൽ വരുന്നു. ഇവിടെ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ ആണ്, സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല, ഉപാധികളോടെയാണ് ജാമ്യം. അല്ല എന്ന് പറയുമ്പം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ജാമ്യം എന്ന് പറയുമ്പോൾ അത് സ്റ്റാറ്റസ് എന്താണ്? അദ്ദേഹത്തിന് ബാംഗ്ലൂർ വിട്ടു പോകാനാവില്ല. ബാംഗ്ലൂർ വിട്ടു പോകാത്തതിന് കാരണം അവർ പറയുന്നത് സുരക്ഷാ കാരണമാണല്ലോ. അപ്പോൾ ബാംഗ്ലൂർ വിട്ടു പോകാൻ സുപ്രീം കോടതി സമ്മതി കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ സുരക്ഷാ പ്രശ്നം ആർക്ക്? ലളിതമല്ലേ? ബാംഗ്ലൂരിലെ പോലീസിന്. ഏത് പോലീസാണോ ബാംഗ്ലൂർ വിട്ടു പോകുന്നത് കുഴപ്പമാണ് എന്ന് പറഞ്ഞ പോലീസ് ഏതാണോ, ആ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ ബാംഗ്ലൂരിന് പുറത്തേക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് വരെ. ആ സാമാന്യ യുക്തി നാളെയെങ്കിലും സുപ്രീം കോടതിക്ക് മനസ്സിലാകും. അത് വക്കീലന്മാർക്ക് പറയാനാവില്ല. കാരണം മുന്നേ കൂട്ടി കോടതി എന്ത് പറയാൻ പോകുന്നെന്ന് പറഞ്ഞതുപോലെ വരും. അത് പ്രോട്ടോക്കോൾ മര്യാദയ്ക്കും തെറ്റായിരിക്കും. അങ്ങനെ വരുമ്പം ആ ഇഷ്യൂ പരിഹരിച്ചാൽ മതി. മദനിയുടെ പ്രിസണർ എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും കർണാടകത്തിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അഗ്രഹാര ജയില് കർണാടക ജയിലാക്കി അവർ മാറ്റി, ബാംഗ്ലൂർ ജയിലാക്കി മാറ്റി. ബാംഗ്ലൂരിന് പുറത്തേക്ക് പോകാനാവില്ല. അങ്ങനെ ബാംഗ്ലൂർ ജയിലിൽ തടവിൽ കഴിയുന്ന ആളായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പുറത്തു പോകണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാംഗ്ലൂർ ജയിലിലെ അടച്ച പോലീസിന് തന്നെയാണ്.
ശ്രീ ജയർപത്മകുമാർ, താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണല്ലോ. ഈ ജാമ്യത്തിൽ നിൽക്കുന്ന ആളിൻ്റെ സുരക്ഷ ഒരുക്കുന്നത് ആര് എന്നൊരു കാതലായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചേ പറ്റൂ. അതിനുള്ളൊരു നീതി നൽകുന്ന എന്ന് വെച്ചാൽ നീതിന്യായ സംവിധാനം നൽകുന്ന ഒരവസരമായി മദനിയുടെ ഈ പറയുന്ന ഘട്ടത്തെ കാണുകയാണ് എങ്കിൽ ഞാനതിന് ഒരു മറുപടി. റിയാസ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ വലിയ അത്ഭുതം തോന്നി. എനിക്ക് സത്യത്തിൽ റിയാസ് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവും തോന്നിയില്ല. കാര്യം മദനിയെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ച് ലേഖനം എഴുതിയൊരു പാർട്ടിയുടെ യുവ നേതാവാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അങ്ങനെ ഒരു ലേഖനം എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം മദനി എന്നുള്ള വ്യക്തിക്ക് ഇപ്പോൾ മൂവ് ചെയ്യാൻ പറ്റില്ല, കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ അസുഖബാധിതനാണെന്ന് പറയുമ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ മദനിയെ ജയിലിലായതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ മറക്കരുത്. മദനിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കളമശ്ശേരി ബസ് തീവെച്ചത്. അത് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഭീകരാക്രമണമാണ്. ആളുകളെ വാഹനത്തെ തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി കൊണ്ടുപോയി ആൾ ഇറക്കിയിട്ട് കത്തിച്ച സംഭവം നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇതേപോലെ മദനിയെ പിടിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് EK നയനാറെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. ആ കേസ് ഇന്നും പെൻഡിംഗ് ഉണ്ട്. റിയാസ്, തടിയൻപട, നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നയനാരെ കോയമ്പത്തൂർ പോലീസിന് പിടിച്ചു കൊടുത്തതിൻ്റെ പേരിൽ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അത് BJP ഗവൺമെൻറ് അല്ല. 2, മാറാട് കേസിലെ വിചാരണ സമയത്ത് ഉണ്ടായ മുഹമ്മദിൻ്റെ മൊഴി നിങ്ങൾ നോക്കുക. കാന്തപുരം ജുമാ മസ്ജിദ് താമസിച്ച K മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് 5000 രൂപ കൊടുത്തിട്ട് കേരളത്തിലെ ചില സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ മഞ്ചേരിയിലെ ഫാദർ അലവിയെയും കൊല്ലാൻ വേണ്ടിയിട്ട് മദനി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 5000 രൂപ കൊടുത്തു. അദ്ദേഹം അതിനുവേണ്ടി മഞ്ചേരിയിൽ പോയി. കൊന്നിട്ട് വന്നാൽ പാകിസ്ഥാനിലേക്ക് കൂടുതൽ ട്രെയിനിങ്ങിനേക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ BJPക്കാർ പറഞ്ഞതല്ല. ഇതെല്ലാം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും, നമ്മുടെ പിണറായിയുടെ ഗവൺമെൻറ് ആയാലും, ഇനിയിപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ആയാലും, ഏത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായാലും ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും നിങ്ങൾ മറക്കരുത്. പിന്നെ മദനിയുടെ ഇഷ്യൂലേക്ക് വരുമ്പോൾ ഒരു കണ്ടീഷണൽ ബെയിലാണ്. ജയിലിൽ കിടക്കുന്ന കസ്റ്റഡി പ്രതിയല്ല, കണ്ടീഷണൽ ബെയിലാണ്. ഇവിടെ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്നുള്ള നിലയിൽ പറയുമ്പോൾ ആ ജാമ്യത്തിൽ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചെലവ് വഹിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലോ കുറയ്ക്കോ എന്ന് വേണ്ടത് ആ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കുക. മറ്റൊരു അപകടകരമായ ഒരു അവസ്ഥ ഈ നമ്മുടെ ഈ ചർച്ചയിലേക്ക് പോകുന്നത്, ഇന്ത്യയിലെ കോടതികളെല്ലാം BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തൽക്കാലം BJPയെ ആളുകളെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് സഹായിക്കുമെങ്കിലും അത് വലിയ അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. പത്മകുമാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചു കഴിഞ്ഞാൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്ന തടവുകാരൻ അല്ലെങ്കിൽ ജാമ്യക്കാരൻ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വം ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി. BJP ഒരു പ്രതിയും കോടതിയും ഇഷ്യൂമാണ്. അത് മാത്രമല്ല, കർണാടക ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റാണ് തീരുമാനിക്കാനുള്ളത്. അത് അവരെ ഡിസൈഡ് ചെയ്യണം. അവിടെയും റിയാസ് ഒന്ന് വേഗം പറഞ്ഞതിന് ശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. റിയാസ് വേഗം. അല്ല, വേഗം പറയാം. ഇവിടെ ചർച്ചയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയല്ല ചെയ്യേണ്ടത്. മെറിറ്റ്, വിഷയത്തിന് മെറിറ്റ്. ഇവിടെ അബ്ദുൽ നാസർ മദനി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. ഇവിടെ ഒരു ഭീകരവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ വിഷയം? ഇവിടെ വിഷയം ആസ് എ പേഴ്സൺ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട പൗരാവകാശം ലഭിച്ചോ ഇല്ലയെന്നാണ്. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം വിഷയം വഴിമാറ്റി പോകാൻ പത്മകുമാർ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇതേ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഫാക്റ്റുകൾ മറ്റു ചിലർ, നിങ്ങളുടെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ, അതിനെ നിങ്ങൾ തള്ളി പറയാതിരിക്കുകയും അത് തീവ്രവാദമായി അംഗീകരിക്കാതിരിക്കുകയും ഇവിടെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ തീവ്രവാദമായി അംഗീകരിക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ പ്രവണതയുണ്ടല്ലോ, ആ പ്രവണതയാണ് പ്രശ്നം. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനും ഇത്തരം അപകടകരമായ രീതി. അപ്പൊ ഈ വിഷയത്തെ പറയുന്ന അഡ്രസ് ചെയ്യുന്നതിന് പകരം
ഇതിനകത്ത് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വീഴ്ച, അതുപോലെ വിചാരണ തടവുകാർ അനുഭവിക്കുന്ന പ്രശ്നം, വിചാരണ തടവുകാരെ തന്നെ രണ്ടാക്കി കാണുന്ന രീതി, തീവ്രവാദം എന്ന് പറയും അതിനകത്ത് നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എടുത്ത സമീപനം, ഇതൊക്കെ ഞാൻ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. അതിന് മറുപടി പറയുന്നതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ നിങ്ങളുടെ അണികൾ പോലും വിശ്വസിക്കാത്ത കാലമായി ശരി. ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം.